പാവങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാണ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടുകുട്ട പരിപാടിക്ക് വരുന്നത്. അപ്പം ഈ ഊക്കി വിടുന്ന ഒരു പരിപാടി കളഞ്ഞിട്ട് നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ നിങ്ങളൊരു സ്റ്റേജ് കെട്ടിയിട്ട് പിണറായി വിജയനെ തെറി വിളിച്ചോ, പ്രശ്നമൊന്നുമില്ല. നമ്മുടെ രാജാവ് രാജിവെക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയ വാർത്തകൾ നമ്മൾ മറക്കൂലോ. അപ്പോൾ എന്തായാലും ഈ നാട്ടുകുട്ട പരിപാടിയുമായിട്ട് പുള്ളി അദ്ദേഹം മുമ്പോട്ട് പോകുമ്പോൾ ഈ നാട്ടുകുട്ട പരിപാടിക്ക് ഭയങ്കര ആവേശത്തോടെ എല്ലാം വിളിച്ചു പോയതിൽ മുമ്പ് പറഞ്ഞതൊക്കെ പുള്ളിക്ക് ഓർമ്മയില്ലായിരുന്നു എന്നുള്ളത് പുള്ളിക്ക് പിന്നെയാണ് മനസ്സിലായത്. അതിപ്പോൾ അബദ്ധമായി തീരുകയും ചെയ്തു. അതുകൊണ്ട് വെല്ലുവിളിയൊക്കെ നടത്തി രാജിവെക്കും, രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുമെന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനം ആയോ രാജാവേ? പറയുന്ന വേറെ ഒന്നുമില്ല, നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ച് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനായിരുന്നു, ഇഷ്ടമുള്ളൊരു വ്യക്തിയുമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സിനിമയിലിരിക്കുന്ന സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലാർക്കും സംശയമില്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിൽ നിന്നോ ഒരു മതത്തിൽപ്പെട്ടവർക്കോ ഒരു സംശയമില്ല. അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കുമ്പോൾ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുള്ളിക്ക് MP ആക്കി, ഓക്കെ, നാടിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പം തൃശ്ശൂർ കോർപ്പറേഷൻ കൊടുക്കണം എങ്കിൽ കോർപ്പറേഷൻ വേണം എന്നൊക്കെ പുള്ളി ഇപ്പം പറയുന്നുണ്ട് പുതിയ വാർത്തയിൽ. അപ്പം ഇതിന് മുന്നോട്ട് വേറെ കാര്യമുണ്ട്. എയിംസ് ഹോസ്പിറ്റല് ആലപ്പുഴ പിന്നെ പുള്ളിക്ക് ഏറ്റവും വലിയ ജില്ലയാണല്ലോ ആലപ്പുഴ. അതുപോട്ടെ, അത് തൃശ്ശൂർ കൊടുക്കുന്നില്ല എങ്കിൽ MK സ്റ്റാലിനെ വിളിച്ച് തമിഴ്നാട്ടിൽ കൊടുക്കും എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ രാജിവെക്കും എന്നൊക്കെ പുള്ളി പറഞ്ഞിരുന്നു. അതൊക്കെ പിള്ളേരെ വീണ്ടും എടുത്തിട്ട് അപ്പം തന്നെ വിടുകയും ചെയ്തിരുന്നു. അപ്പം അത് ഒന്നുകൂടെ മറന്നുപോയവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. കൂടെ ചേർന്ന് വേറൊരു നുണ എഴുന്നള്ളിച്ചത് എയിംസ് ആലപ്പുഴ വന്നില്ലെങ്കിൽ പിന്നെ അത് ഞാൻ തമിഴ്നാട്ടിന് കൊടുക്കാൻ പറയുമെന്ന് ഒന്ന് തെളിയിക്കാവോ? ഇപ്പൊ രാജിവെച്ച് ഇപ്പൊ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകാൻ തയ്യാറാണ്, എവിടെങ്കിലും ഒന്ന് തെളിയിക്കാവോ? ഫ്ലാഷ് ബാക്ക്. തിരുവനന്തപുരത്തെ സ്ഥലം തരുമെന്ന് പറഞ്ഞാൽ ഞാനത് MK സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞിട്ട് അത് പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ കമ്പത്തേരിയിലേക്കോ കൊണ്ടുപോയിക്കോവാൻ ഞാൻ പറയേണ്ടി കാര്യമാണ്. അടിപൊളി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണാം. പക്ഷെ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ രാജിവെക്കുന്നൊക്കെ പുള്ളി പറഞ്ഞ ഡയലോഗ് ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ തീരുമാനമായോ എന്തോ. അപ്പം നാട്ടുകുട്ട പരിപാടിയും കലിക സംവാദവും ഒക്കെ ആയിട്ട് രാജ്യത്തിനെ പുരോഗതിയിൽ നിന്ന് അധോഗതിയിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമ്പം പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാണ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടുകുട്ട പരിപാടിക്ക് വരുന്നത്. അപ്പം ഈ ഊക്കി വിടുന്ന ഒരു പരിപാടി കളഞ്ഞിട്ട് നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ നിങ്ങളൊരു സ്റ്റേജ് കെട്ടിയിട്ട് പിണറായി വിജയനെ തെറി വിളിച്ചോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പാവങ്ങളെ വിളിച്ച് വരുത്തിയിട്ട് അവരെന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പം നിങ്ങളത് മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുക്കുക, ഞാൻ ഭാരതത്തിൻ്റെ മന്ത്രിയാണ്, ഞാൻ നിങ്ങളുടെ മന്ത്രിയാണെന്നൊന്നും പറയരുത്. അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.